ക്ലുപ്തം നമ്പർ T1054. തിരുവനന്തപുരം ചിറയൻകീഴ് താലൂക്കിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ 1988-89 കാലഘട്ടത്തിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിരുദം നേടി. ബിരുദത്തിനുശേഷം മുന്നോട്ട് എന്തെന്നുള്ള ചിന്തകൾക്ക് ഇവർ ഒരാശയം കണ്ടെത്തി: ഒരു സ്വയം തൊഴിൽ സംരംഭം. ബികോൺസ്, ദ ബിൽഡിംഗ് കൺസൾട്ടന്റ് ആൻഡ് ടെക്നോളജിക്കൽ സർവീസ് സഹകരണ സംഘം. ജൂലൈ 10 ബികോൺസ് രജിസ്റ്റർ ചെയ്തു. ഓഗസ്റ്റ് 15 പ്രവർത്തനം ആരംഭിച്ചു. 27 പേരായിരുന്നു സംഘത്തിൽ അന്നുണ്ടായിരുന്നത്. ഇവരിൽ നിന്നും ശേഖരിച്ച ഓഹരി മൂലധനവും തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് ലഭിച്ച സാമ്പത്തിക സഹായവും ഈ ചെറുപ്പക്കാരുടെ നിശ്ചയദാർഢ്യവുമായിരുന്നു ബികോൺസിന്റെ തുടക്കത്തിലെ പ്രവർത്തന മൂലധനം. TK രാമകൃഷ്ണനായിരുന്നു അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി. ആദ്യത്തെ ഒരു 10 വർഷം ഞങ്ങൾക്ക് എല്ലാ സംഘത്തെ പോലെ ഒരു ബാലാരിഷ്ടത ഉണ്ടായിരുന്നു പൂർണ്ണമായിട്ടും. അതൊക്കെ നിങ്ങളങ്ങ് ഫേസ് ചെയ്തു. അന്ന് ഞങ്ങൾ വിട്ടുപോയില്ല. പലരും ഇതിന്ന് ജോലി തേടി ഗൾഫ് രാജ്യത്തൊക്കെ പോയി സർക്കാർ ജോലി കയറിയവരുണ്ട്. കുറച്ച് പേര് അന്നും പിടിച്ചു നിന്നു. ആ 10 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ 2002 തൊട്ട് ഞങ്ങളുടെ ഗ്രാഫ് ഉയരുകയാണ്. അതായത് ആദ്യം ചിറയൻകീഴ് താലൂക്കിലെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ബിൽഡിംഗ് ഞങ്ങൾ തന്നെ കൺസൾട്ടൻസി നടത്തി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അപ്രൂവൽ മേടിച്ചു നിർമ്മിച്ചു കൊടുത്തു. അത് തുക മറ്റ് കരാറുകാരെക്കാട്ടും കുറച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൊരു ഗുഡ് വില്ലും കൂടി അന്നുണ്ടായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റി ഈ താലൂക്കിലുള്ള 20-ൽ പരം ബാങ്ക് ബിൽഡിംഗ് ഞങ്ങൾക്ക് കൺസൾട്ടൻസിയും അതിൻ്റെ നിർമ്മാണവും പിന്നെ എൻ്റെ ഇൻറ്റീരിയർ വർക്ക്, ഇലക്ട്രിഫിക്കേഷൻ എല്ലാം ഓൾ ഓവർ ഞങ്ങൾ തന്നെ ചെയ്തു കൊടുത്തു. അങ്ങനെ സഹകരണ മേഖലയിൽ ഒരു നല്ല പേര് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. താലൂക്കിലെ മിക്ക സഹകരണ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, തിരുവനന്തപുരം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ എന്നിവരുടെ കൺസൾട്ടൻസി, പ്രോജക്റ്റ് കോർഡിനേറ്റർ എന്നീ നിലകളിൽ ബികോൺസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ആരംഭിച്ച ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ സ്വാഭാവികമായി അവരുടെ സ്കില്ല് വളരെ വലുതാണ്. അവർ നിർമ്മാണ മേഖലയിലാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. നിർമ്മാണ മേഖലയിൽ കെട്ടിടങ്ങളാണെങ്കിലും മറ്റതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണെങ്കിലും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. അതിൽ എന്നെ ആകർഷിച്ച ചില പ്രവർത്തനങ്ങൾ സർവീസ് സഹകരണ ബാങ്കുകളുടെ കെട്ടിട സമുച്ചയവും അതിനകത്തെ ഫർണിഷിങ്ങും വളരെ ഭംഗിയായി ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. വർക്കലയിലെ വിവിധ സർവീസ് സഹകരണ ബാങ്കുകളുടെ കെട്ടിടങ്ങളും ഫർണിഷിങ്ങും എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇടവ സർവീസ് സഹകരണ ബാങ്ക്, നാവായിക്കുളം സർവീസ് സഹകരണ ബാങ്ക്, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ബികോൺസിൻ്റെ പ്രവർത്തനം വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം വന്നിട്ടുണ്ട്. അത് ബീച്ചുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ പുളിമൂട്ടുകടവ് എന്ന് പറഞ്ഞിട്ടൊരു പ്രധാനപ്പെട്ട ബീച്ചുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ നിലയിലേക്ക് കൊണ്ടുവരുന്നതിൽ ബികോൺസ് എടുത്തിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ എടുത്തിട്ടുള്ള ഒരു പ്രത്യേക താല്പര്യം, ഒരു സഹകരണ സ്ഥാപനം എന്നുള്ള നിലയിൽ അത് വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു സ്വകാര്യ കരാറുകാരൻ ഒരു വർക്കിൽ പങ്കെടുക്കുമ്പം അവരെക്കാട്ടിയും 10% പ്രൈസ് പ്രിഫറൻസ് 10% കൂട്ടി ഞങ്ങൾക്ക് തരാൻ പറഞ്ഞൊരു ഗവൺമെൻറ് ഓർഡർ ഉണ്ട്. അതാണ് ഞങ്ങൾക്കൊരു പ്ലസ് ഘടകം. അപ്പോൾ അതുകൊണ്ട് ഈ വെയിറ്റേജ് കൊണ്ട് ഞങ്ങൾക്ക് തന്നെ ടൂറിസം പ്രോജക്റ്റുകൾ ഒത്തിരി ചിറയൻകീഴ് താലൂക്ക് ചെയ്യാൻ പറ്റി. ശാർക്കര ദേവീക്ഷേത്രം എടുത്തു പറയേണ്ട ഒരു പ്രോജക്റ്റാണ്. പിന്നെ ഒന്ന് കഠിനംകുളം ബ്രേക്ക് വാട്ടർ ടൂറിസം, പെരുമാതുറ ഇപ്പോൾ ഒരു ടൂറിസം പ്രോജക്റ്റ്, അവിടെ ഒരു 4 കോടി രൂപ വർക്ക് ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിറയൻകീഴ് താലൂക്കിൽ ഒട്ടുമിക്ക പ്രോജക്റ്റുകൾക്കും ഞങ്ങൾക്ക് പൂർത്തീകരണം കിട്ടി. 2014 ബികോൺസിനെ തേടി ഒരു അംഗീകാരമെത്തി. നിർമ്മാണം പൂർത്തീകരിച്ച സഹകരണ സ്ഥാപനങ്ങളുടെയും ബാങ്കുകളുടെയും കെട്ടിട നിർമ്മാണ പൂർത്തീകരണ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള അംഗീകൃത സഹകരണ സ്ഥാപനമായി ബികോൺസ്. സൊസൈറ്റികളുടെ കമ്പ്യൂട്ടറൈസേഷനും ആ സൊസൈറ്റികളുടെ വാല്യുവേഷനും നമ്മൾ ഇപ്പോൾ സൊസൈറ്റി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ അതിൽ കമ്പ്യൂട്ടറൈസേഷൻ വരികയാണെങ്കിൽ ആ കമ്പ്യൂട്ടറൈസേഷന് നമ്മൾ ഈ സൊസൈറ്റിയിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. 2015 കെട്ടിട നിർമ്മാണ സാമഗ്രികൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആറ്റിങ്ങൽ അവനവഞ്ചേരിയിൽ ബിൽഡിംഗ് മെറ്റീരിയൽ കട ആരംഭിച്ചു.
സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണനായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹം തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട അവനോഞ്ചേരിയിലൊരു ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പുണ്ട്. അത് ഞങ്ങളാ ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിടെ തുടങ്ങാൻ കാര്യം ഞങ്ങൾ തന്നെ അതിൻ്റെ ഉപഭോക്താവാണ്. മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് മെറ്റീരിയൽസ് ഞങ്ങളുടെ നിർമ്മാണത്തിന് വേണം. ഇത് ജനങ്ങൾക്കും കൊടുക്കാൻ പറ്റും. അവിടെ ഒരു മെറ്റീരിയൽ ഷോപ്പ് തുടങ്ങാൻ പറ്റി. വിപുലമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം അടുത്തുള്ള കടകളിൽ അന്ന് തൊട്ടേ കുറച്ച് വില നിലവാരം കുറഞ്ഞു. ഇത് പബ്ലിക്കിന് പ്രയോജനപ്പെട്ടു. 2016 2018 ബീക്കോൺസിന് അംഗീകാരങ്ങളുടെ വർഷമായിരുന്നു. ലേബർ കോൺട്രാക്ട് സഹകരണ സംഘങ്ങൾക്ക് കരാർ മേഖലയിൽ നൽകിയിരുന്ന എല്ലാ ഇളവുകളും ഇവിടെയും ലഭിച്ചു. കരാർ പണിയുടെ അടങ്കൽ തുക 25 കോടിയിൽ നിന്നും 50 കോടി രൂപയായി ഉയർത്തി ഉത്തരവ് ലഭിച്ചു. 90-ൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് വളർന്ന് പന്തലിച്ച് നമ്മുടെ നാട്ടിലെ ഒരു വലിയ സഹകരണ മേഖല, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ, ഡിപ്ലോമ ഹോൾഡേഴ്സ് എന്നിവർക്ക് നിർമ്മാണ കൺസൾട്ടൻസി മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ തിരുവനന്തപുരം ജില്ല പ്രവർത്തന പരിധിയായി പ്രവർത്തിക്കുന്ന ബീക്കോൺസിന് കഴിയുന്നു. 120 അംഗങ്ങളും 5,15,950 രൂപ ഓഹരി മൂലധനവും സംഘത്തിനുണ്ട്. ഓഡിറ്റ് പൂർത്തിയായപ്പോൾ 5,10,000 രൂപ അറ്റലാഭവും ബീക്കോൺസിന് കണ്ടെത്താൻ കഴിഞ്ഞു. ഞാൻ ഈ കേരള ബാങ്കിൽ ഡയറക്ടറായിട്ട് വന്നതിന് ശേഷം ഇവരെ സാമ്പത്തികമായി, നിയമപരമായി സാമ്പത്തികമായ സഹായം കൊടുക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 2 കോടിയോളം രൂപ സാമ്പത്തിക സഹായം നമുക്ക് ഈ ബീക്കോൺസിന് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് ആ സ്ഥാപനം ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരിശോധിച്ചപ്പോൾ 128 എഞ്ചിനീയേഴ്സ് ആ സ്ഥാപനത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ ഓരോ ദിവസം കഴിയുന്നവരും ഓരോ ആക്ടിവിറ്റീസ് കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിൽ കൂടുതൽ പുതിയ പദ്ധതികൾ കൊണ്ടുവരാനും ഒക്കെ അവർക്ക് കഴിയുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സംഘത്തിന് സ്വന്തമായി ഒരു ഓഫീസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി കഴിഞ്ഞു. പ്രസിഡന്റ് B. ജയചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് ഈ 3 നില മന്ദിരം. അപ്പോൾ ഞാൻ വന്ന് 11 വർഷം അതിന് മുന്നേ തന്നെ ഭരണസമിതിയുടെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു ആസ്ഥാന മന്ദിരം എന്നുള്ളത്. ഞാൻ വന്നൊരു 11 വർഷമായെങ്കിലും ഇത് അന്നേ സ്റ്റെപ്പുകൾ എടുത്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ 35 വർഷമായി 32 വർഷം പൂർത്തീകരിക്കുന്ന ഈ കാലഘട്ടത്താണ് ഒരു സ്വന്തം ബിൽഡിംഗ് ആവുന്നത്. ഇത് സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു മുതൽക്കോട്ട് തന്നെയാണ്. അംഗങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന സ്ഥിരനിക്ഷേപവും കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ആറ്റിങ്ങൽ M&D ശാഖയിൽ നിന്ന് ലഭിക്കുന്ന ക്യാഷ് ക്രെഡിറ്റും ഉപയോഗിച്ചാണ് സംഘം കരാർ പണികൾ ഏറ്റെടുക്കുന്നത്. ഫിക്സഡ് ഡിപ്പോസിറ്റ് മേടിക്കുന്നത് തന്നെ ആൾക്കാരെ സഹകരിപ്പിച്ച് ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് മറ്റു തരത്തിലേക്കൊക്കെ കൺസ്ട്രക്ഷൻ ലെവലിൽ ഉപയോഗിക്കുകയും എന്നാൽ ലോണോ ചിട്ടിയോ ഒന്നുമില്ല അതിനെപ്പറ്റി പരിപോഷിപ്പിച്ച് അതിൻ്റെ അസറ്റ് കൊണ്ട് ഓരോന്ന് ചെയ്യുന്നതിനാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടത് വളരെ ഉപകാരപ്രദമാണ് അത് ഫിക്സഡ് ഡിപ്പോസിറ്റ്. പിന്നെ ഒരുപാട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആൾക്കാരുണ്ട്. ആദ്യം വന്ന് ആൾക്കാർ വരുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ല, ഓരോരുത്തരെ പരിചയപ്പെട്ട് അവരെ പരിഗണിച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വീകരിക്കുകയും പിന്നെ അവരുടെ കുടുംബത്തിൽ തൊഴിലില്ലാത്ത ആരെങ്കിലും ഓരോ ട്രേഡിലുണ്ടെങ്കിൽ തന്നെ അവരെ കൂടെ പരിഗണിക്കുന്ന രീതിയിലും കൂടെ പോവുകയാണ്. 32 വർഷങ്ങൾക്ക് മുമ്പ് സ്വയം തൊഴിൽ കണ്ടെത്താൻ ശ്രമിച്ച ഒരു കൂട്ടം എഞ്ചിനീയേഴ്സിന്റെ കഠിന പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്നീ കാണുന്ന 3 നില കെട്ടിടവും ബീക്കോൺസും. എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കഴിഞ്ഞു? അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സംഘാംഗങ്ങളുടെ തുല്യതയാർന്ന വിദ്യാഭ്യാസ യോഗ്യത, സംഘാംഗങ്ങൾക്ക് നേരിട്ട് കിട്ടുന്ന തൊഴിൽ ലഭ്യത, സാമ്പത്തിക അച്ചടക്കം, ആത്മാർത്ഥതയുള്ള ജീവനക്കാർ, ഒരു കൂട്ടം നിസ്വാർത്ഥരായ നിർമ്മാണ തൊഴിലാളികളുടെ ആത്മാർത്ഥ പരിശ്രമം. നന്ദി.